വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു റിവ്യൂ ആയിട്ടാണ്. സ്മാർട്ട് വാച്ചിൻ്റെ റിവ്യൂ ആണ്. ഫയർബോൾട്ട് ക്ലിക്ക് എന്ന് പറയുന്ന സ്മാർട്ട് വാച്ചാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ റിവ്യൂയിലോട്ടാണ് വാച്ച്. ഫസ്റ്റ് എൻ്റെ എക്സ്റ്റീരിയർ നോക്കാം. ഒരു 2.13 ഇഞ്ച് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നിരിക്കുന്നത്. പിന്നെ ഒരു 2 MP ക്യാമറ, പിന്നെ റബ്ബർ സ്ട്രാപ്പ് വരുന്നുണ്ട്. റിമൂവബിൾ ആണിത്. ബാക്കിൽ സെൻസറും മാഗ്നറ്റിക് ചാർജിങ്ങും വരുന്നുണ്ട്. പിന്നെ ഇവിടെ സൈഡിലൊക്കെ ആണെങ്കിൽ സിമ്മിന് സ്ലോട്ട് വരുന്നുണ്ട്, ഇത് ഊരാൻ പറ്റണം. പിന്നെ ഒരു മൈക്ക് വരുന്നുണ്ട്. ഇപ്പുറത്ത് 2 ബട്ടൺ വരുന്നുണ്ട്. ഇത് ഓൺ ബട്ടനും ഇത് എക്സിറ്റിനുള്ള ബട്ടനും. പിന്നെ അടിയിലൊക്കെ ആണെങ്കിൽ സ്പീക്കറിന് ഒരു ഗ്രില്ലുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ. പിന്നെ ഓൺ ആകുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് വാൾപേപ്പറൊക്കെ അങ്ങ് മാറ്റാൻ പറ്റും. പിന്നെ നമുക്ക് ലോക്കൊക്കെ ഇടാൻ പറ്റും. കണ്ടില്ലേ, ലോക്ക് ഇടാം. പിന്നെ ലോക്ക് മാറ്റുമ്പോൾ നമുക്ക് അതിലും വേറെ വാൾപേപ്പർ ഇടാം. ഞാൻ ഇതിട്ട് വാൾപേപ്പർ മാറ്റി ലോങ് പ്രസ് ചെയ്ത് നമുക്ക് ഇത് ഈ ഒരു ആപ്പ് വഴി നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിലുള്ളത് വെച്ച് നമുക്ക് വേറെ ആപ്പ് ഇതുണ്ട്. അപ്പോഴേ എനിക്കിത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്ത് കയറ്റി. പിന്നെ ഹോമിലോട്ട് വേണമെങ്കിൽ കണ്ടില്ലേ, വേറെ കുറേ ആപ്പുകളുണ്ട്. സെറ്റിങ്സ് ഉണ്ട്, ഫോണുണ്ട്, ബ്രൗസറുണ്ട്, സൗണ്ട് ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. ഞാൻ ഇതിൽ യൂട്യൂബ് കയറ്റി, പിന്നെ ഗൂഗിളും കയറ്റി ഇതിൽ. അപ്പോഴേ യൂട്യൂബിൽ കാണാമല്ലോ, എല്ലാം കയറ്റാനൊക്കെ പറ്റും. എല്ലാം യൂട്യൂബ് കയറ്റി കാണാനൊക്കെ പറ്റും. അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട്. ഫോണിൻ്റെ അത്ര സൗണ്ട് കാണും. പിന്നെ കുഞ്ഞാണ് ഡിസ്പ്ലേ. ബാക്ക് അടിക്കുക, ഇത് പുതുക്കിയാൽ മതി. താഴത്തെ ഈ ബട്ടൺ പുതുക്കുക, എക്സിറ്റ് ആകും. പിന്നെ ഹാർട്ട് റേറ്റ് വരുന്നുണ്ട്. പിന്നെ കയ്യിൽ വെച്ചില്ലെങ്കിൽ ഇങ്ങനെ കയ്യിൽ വെക്കാനുള്ള സിമ്പിളൊക്കെ കാണിക്കും. പിന്നെ സെറ്റിങ്സിൽ നെറ്റ്വർക്ക്, ബ്ലൂടൂത്ത്, ഡിസ്പ്ലേ, സൗണ്ട്, ഓഡിയോ പ്രൊഫൈൽസ്, സ്റ്റോറേജ്, ഡിവൈസ് സെക്യൂരിറ്റി, അങ്ങനെ കുറേ വരുന്നുണ്ട്. സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ്, അങ്ങനെ ഇതൊക്കെ വരുന്നുണ്ട്. കണ്ടില്ലേ, സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. കറണ്ട് വെർഷനാണ്, ലേറ്റസ്റ്റ് വെർഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫയൽസ്, ആൽബംസ് അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ വേറെ കുറേ പാട്ട് അതൊക്കെ കയറ്റി ഇതിൽ. പിന്നെ നമുക്ക് സിം കയറ്റി ഫോൺ വിളിക്കാനൊക്കെ പറ്റും. പിന്നെ ക്യാമറ എടുത്തു കഴിഞ്ഞാൽ ക്വാളിറ്റി കുഴപ്പമില്ല. പക്ഷെ 2 MB ആയിട്ട് കുറവാണ്. ക്വാളിറ്റി കണ്ടില്ലേ, കുറവാണ്. കുറച്ച് പിക്സലായിട്ടാണ് കാണിച്ചത്. ക്യാമറ ക്ലിയർ ആയിട്ടാണ് തോന്നുന്നു. കണ്ട, ക്യാമറ ക്വാളിറ്റി കുറച്ച് കുറവാണ്. കുറച്ച് ബ്ലർ ഇതൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഫ്രെയിംസ് പെർ സെക്കൻഡ് നല്ല കുറവാണ്. ഇങ്ങനെ കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കുറിയും. ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, അതില്ലേ അതങ്ങ് സേവ് ആവും, എന്നിട്ടൊക്കെ ഡിലീറ്റ് ചെയ്യാം. അങ്ങനെ കുറേ ഉണ്ട്. വീഡിയോ ഒക്കെ എടുക്കാം. ഒരു ബേസിക്കലി ഒരു ഫോണാണെന്ന് പറയാം. പിന്നെ ഇതിൽ നമുക്ക് GPay ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് GPay വെച്ച് സ്കാൻ ചെയ്തെടുക്കാം. പിന്നെ ഗൂഗിൾ മാപ്പ് കയറ്റി മാപ്പ് നോക്കാം. അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ പ്ലേ സ്റ്റോർ വരുന്നുണ്ട്. അല്ലേ, പ്ലേ സ്റ്റോർ അവിടെ വരുന്നുണ്ട്. നമുക്ക് എന്തിനു വേണോ ഡൗൺലോഡ് ചെയ്യാം, എന്തിനു വേണോ ഡൗൺലോഡ് ചെയ്യാം. ഫോണിലുള്ളവരെ ഏത് വേണോ ഡൗൺലോഡ് ചെയ്യാം. 16 GB സ്റ്റോറേജ് വരുന്നുണ്ട്. 16 GB സ്റ്റോറേജ്, 2 GB റാം വരുന്നുണ്ട്. പിന്നെ സൗണ്ടൊക്കെ റെക്കോർഡ് ചെയ്യാം. പിന്നെ പിന്നെ നമുക്ക് സ്റ്റോറേജ് ഉണ്ട്, 16 GB ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് തിരിഞ്ഞായിരിക്കും കാണുന്നത്, നേരെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. 16 GB സ്റ്റോറേജ് വരുന്നുണ്ട്. 2 GB റാം വരുന്നുണ്ട്. പിന്നെ ഇതിന് 2,999 രൂപയായിരുന്നു ഞാൻ വാങ്ങിയപ്പോൾ. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. എനിക്കിത് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. പിന്നെ ബ്ലഡ് ഓക്സിജനൊക്കെ അറിയാൻ പറ്റും. പിന്നെ കണ്ട ബാക്കിൽ ലേസറൊക്കെ കത്തും, ലേസർ ലൈറ്റ്, അതൊക്കെ സെൻസറൊക്കെ കത്തും. പിന്നെ സ്പോർട്സ് ഉണ്ട്, സ്പോർട്സിനുള്ള ഇതുണ്ട്. പിന്നെ കാൽക്കുലേറ്റർ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കണക്ട് ചെയ്ത് നമുക്ക് വേറെയും കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റൈൽ എന്ന് പറയുന്നതുണ്ട്. അതിൽ നമുക്ക് ഇതിൻ്റെ ഫുൾ ഇതിൻ്റെ ഫുൾ ഇതേ മാറ്റാൻ പറ്റും. ഇതുണ്ട്. ഇതിൽ ഞാൻ ഈ സെല്ലിലാർ കൊടുത്ത മറ്റേ ആപ്പിളിൻ്റെ കറങ്ങണ ഹോം പോലെ ആയിരിക്കും. പിന്നെ
ഫേസ് അൺലോക്ക് കൊടുക്കാം. ഫേസ് അൺലോക്ക് ഞാൻ കൊടുത്തു കഴിഞ്ഞു. പിന്നെ നമുക്ക് ബ്ലൂടൂത്ത് വഴി ഇത് ഹെഡ്സെറ്റ് അതൊക്കെ കണക്ട് ചെയ്ത് നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റും. വീഡിയോ പ്ലെയർ ഒക്കെ ഉണ്ട്, അങ്ങനെ കുറെ ഉണ്ട്. പിന്നെ നമുക്ക് ഫ്ലാഷ് ലൈറ്റ് വരുന്നത് ഇത് തന്നെയാണ്. ഫ്ലാഷ് ലൈറ്റ് ബാക്കിൽ അതൊന്നും വരാനില്ല, അത്യാവശ്യം ചെറിയ പ്രകാശമുണ്ട്. പിന്നെ അതായത് പിതി കഴിഞ്ഞാൽ ഓണ് ഓഫ് ഇതിന്റെ പ്രകാശം ഇരുട്ടുള്ള സ്ഥലത്ത് കാട്ടാണ്. ഇതാണ് വാച്ച്. അപ്പൊ ഇത് ഓൺ ചെയ്ത് നോക്കാം. അതുകൊണ്ടല്ലേ ഏകദേശം ഒരു ചെറിയ വെളിച്ചമേ ഉള്ളൂ, ചെറിയ വെളിച്ചമാണ്, പക്ഷെ കുഴപ്പമില്ല, ഏകദേശമൊക്കെ കാണാൻ പറ്റുമെന്ന് പറയാം. പക്ഷെ ഇത് ഓഫ് ചെയ്താൽ നല്ല ഇരുട്ടായി, കണ്ട. ഓൺ ചെയ്താൽ ചെറിയ വെളിച്ചമുണ്ട്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഉപയോഗിക്കാനൊക്കെ ഇത് കൊള്ളാം. പിന്നെ ഇതിൽ 1000 mAh ബാറ്ററിയാണ് വരുന്നത്. പിന്നെ ഇതിൽ സെറ്റിങ്സിൽ കയറി എൻ്റെ സിസ്റ്റം ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കാണാൻ പറ്റും 4 കോറുള്ള പ്രോസസ്സറാണ് വന്നിരിക്കുന്നത്. പിന്നെ ആൻഡ്രോയിഡ് എന്ന് പറയാൻ 8.1 ആൻഡ്രോയിഡ് വെർഷൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വേറെ കുറെ ഗൂഗിളിന്റെ ഒക്കെ ഓപ്ഷൻസ് സെറ്റിങ്സിൽ വരണുണ്ട്. പിന്നെ നമുക്ക് ഗൂഗിൾ കയറ്റി കഴിഞ്ഞാൽ നമുക്കിതിൽ നമുക്ക് ഗൂഗിൾ ലെൻസ് എല്ലാം ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് എന്തിനു വേണം ഇതിൽ ചെയ്യാം. പിന്നെ കാൽക്കുലേറ്റർ ഒക്കെ വരണുണ്ട്, കലണ്ടർ വരണുണ്ട്, അങ്ങനെ കുറെ എല്ലാം ഉപയോഗിക്കാം. ഫോണിലുള്ള എല്ലാ സാധനവും ഇതിലുണ്ട്. ഇതിന്റെ പാക്കറ്റിൽ തന്നെ എഴുതിയിരുന്നത് റിസ്റ്റ് ഫോൺ എന്നാണ്, വെച്ചാൽ കയ്യിലിടണ ഫോൺ, റിസ്റ്റ് ഫോൺ. അപ്പോഴേ ഇതാണ് ഇതിന്റെയൊക്കെ ഫീച്ചേഴ്സ്. പിന്നെ ഇതിന്റെ താഴോട്ടായി കഴിയാം പിന്നെ നോട്ടിഫിക്കേഷൻ വേറെ കാണാൻ പറ്റും. പിന്നെ താഴെ ആയി കഴിയാം വൈഫൈ, ബ്ലൂടൂത്ത്, ഡു നോട്ട് ഡിസ്റ്റർബ്, എയർപ്ലെയിൻ മോഡ്, ഡാറ്റ സേവർ, ബാറ്ററി സേവർ മോഡ്, നെറ്റ്, സിമ്മിൻ്റെ ഇത്, സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഇതൊക്കെ വരുന്നുണ്ട്. പിന്നെ ലൊക്കേഷൻ, പിന്നെ ഇതെന്തിനാണെന്ന് അറിയില്ല, നിങ്ങൾക്കറിയാമെങ്കിൽ ഇത് കമന്റ് ബോക്സിൽ ഇടുക. പിന്നെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യുക. ഇത്രയും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നോ വാങ്ങാന്നുള്ളതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ, അടുത്ത വീഡിയോയിലൊക്കെ ഇങ്ങനെ കാണാം.